ചേട്ടാ, തൃശ്ശൂർ പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ട് തൃശ്ശൂർ തന്നെ മത്സരിപ്പിക്കണമെന്ന്. നമുക്കറിയാം, കോൺഗ്രസിൽ നിന്ന് പലവട്ടം തോറ്റിട്ടുള്ള നേതാവാണ് പത്മജ വേണുഗോപാൽ. ബി.ജെ.പിയിൽ പോയി തൃശ്ശൂർ മത്സരിച്ചു കഴിഞ്ഞാൽ വിജയിക്കുമോ? നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത് തൃശ്ശൂർ സുരേഷ് ഗോപിയും ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയും ബഹുമാനപ്പെട്ട പത്മജ വേണുഗോപാലും ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ് CPIയുടെ ഒരു സഖാവുമാണ് ഒരേ മണ്ഡലത്തിൽ അവർ മത്സരിച്ചവരാണ് തൃശ്ശൂർ. എന്നിട്ട് അവസാനം 912 വോട്ടിനോ മറ്റാണ് ബാലചന്ദ്രൻ ജയിച്ചത്. CPIക്കാരനാണ്, വളരെ മാന്യനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ജയിക്കുന്ന സ്വപ്നത്തിൽ പോലും അദ്ദേഹം വിചാരിച്ചതല്ല. ഇവരിൽ ആരെങ്കിലും ഒരാൾ ജയിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. ഒന്നുകിൽ സുരേഷ് ഗോപി, കാര്യം സുരേഷ് ഗോപി ഒരുപാട് ഗ്രൗണ്ട് വർക്ക് അവിടെ നടത്തിയ ഒരാളാണ് അല്ലേ. എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് സുരേഷ് ഗോപി മത്സരിച്ചത് കൊണ്ടാണ്, BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് കൊണ്ടാണ് അന്ന് പത്മജ ജയിക്കാത്തത് എന്നൊരു വിലയിരുത്തൽ. പക്ഷെ പത്മജയെ സംബന്ധിച്ച് പത്മജ മുരളിയെ പോലെ അല്ല എന്ന് തന്നെയാണ് നമ്മുടെ കേട്ടറിവും നമ്മുടെ വായിച്ചറിവും നമ്മൾ കണ്ടിട്ടുള്ളതും. മുരളീധരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ അച്ഛനെ പോലെ സരസനായി സംസാരിക്കുന്ന ഒരാൾ. ഇത് സ്വർണ്ണത്തളികയിൽ കൊണ്ടുവന്ന് മകളെ അച്ഛൻ കൊണ്ട് ഇരുത്തിയതുപോലെ ഇരുത്തിയതാണ് എന്നുള്ളത് തന്നെ. കാര്യം പാർട്ടിക്കകത്ത് തന്നെ സാധാരണക്കാർക്ക് ആർക്കും തന്നെ ഇവർ ഇഷ്ടമല്ല. തൃശ്ശൂർ ഒരിക്കൽ കൂടെ നിൽക്കുമ്പോൾ പത്മജ വീണ്ടും തോൽക്കാനായി തൃശ്ശൂരേക്ക് വരുന്നു എന്ന് തന്നെ സാധാരണക്കാർ. അല്ല, വീണ്ടും തോൽക്കാനായിരുന്നെങ്കിൽ അവർക്ക് കോൺഗ്രസിൽ തന്നെ മത്സരിച്ചാൽ പോരായിരുന്നോ? അല്ല, അത് പറയുമ്പോൾ എങ്ങനെ വീണ്ടും വീണ്ടും കോൺഗ്രസ്സുകാർ ഇവർക്കെതിരെ പണിയെടുക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാളെ ഒരു പ്രാവശ്യം നിർത്തി പണി കൊടുത്തു, പിന്നെയും പണി കൊടുത്തു. പിന്നെ ഇവർ ഈ പണി എടുക്കുന്നവർ ആലോചിക്കൂലേ ഇനി എങ്ങനെ നമ്മൾ കൂടുതൽ ഒരാളെ ഇതിൽ കൂടുതൽ തേക്കാൻ പറ്റുമോ? അല്ല, ബി.ജെ.പിയെ സംബന്ധിച്ചിപ്പോൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി ഒരു വട്ടം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെയും നിർത്തി അവർ തോൽക്കുകയാണെങ്കിൽ അവരെ ജനങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തന്നെയല്ലേ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പാർട്ടിക്കാർക്കും താല്പര്യമില്ല. അത് ഏത് പാർട്ടിയിലാണെങ്കിലും ഒരു നേതാവ് വിജയിക്കണമെങ്കിൽ ആദ്യത്തെ വട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒരു പാർട്ടിയുടെ മികവ് കൊണ്ടായിരിക്കാം. രണ്ടാമത്തെ വട്ടം അവർ വിജയിക്കണമെങ്കിൽ ആ നേതാവിന്റെ പണിയെടുത്തുകൊണ്ടായിരിക്കാം. അപ്പോൾ രണ്ടാമത്തെ തവണ അവർ വിജയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ആരാണ് എന്ന് ഓർക്കണം. പത്മജ വേണുഗോപാൽ കേരളത്തിന്റെ കേരളം കണ്ടതിൽ വെച്ച് അഗ്രഗണ്യനായിട്ടുള്ള ഒരു നേതാവിന്റെ മകളാണ്. അതെ, കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിനെ നയിച്ച അതികരുത്തനായ ഒരു നേതാവിന്റെ മകൾ 2 വട്ടം തോൽക്കുക. 1-ാം വട്ടം തോൽക്കുമ്പോൾ എന്തെങ്കിലും രാഷ്ട്രീയ സാഹചര്യമാണെന്ന് പറയാം. വീണ്ടും തോൽക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് അവരെ ജനങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തന്നെയല്ലേ അതിനർത്ഥം. ഏതെല്ലാം മണ്ഡലത്തിൽ നിന്നു, എവിടെയെല്ലാം നിന്നു, അവിടെ എല്ലാം പൊട്ടയില്ലേ? അതെ. അപ്പൊ പിന്നെയും പൊട്ടാണെങ്കിൽ പിന്നെ അവർ പറയുന്ന കുറ്റം അത്രയും കോൺഗ്രസ്സുകാരെ. അവരെന്നെ പറ്റിച്ചു, ഇവരെന്നെ പറ്റിച്ചു, ആ മണ്ഡലം പ്രസിഡന്റ് ഇങ്ങനെയാണ്, എന്നെ കൂടെ കയറ്റിയില്ല. പക്ഷേ ഈ പറയുന്ന ആ സ്ഥാനത്ത് നമ്മൾ നോക്കുമ്പോൾ ഇനി ഒരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. തൃശ്ശൂർ ഇപ്രാവശ്യം മത്സരിക്കുന്നത് സുരേഷ് ഗോപിയുടെ നിർദ്ദേശത്തോടെയാണെന്നും പറയുന്നുണ്ട്. അവർ തിരുവനന്തപുരത്ത് തങ്ങാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. BJP ഓഫീസിൽ നിന്ന് നിർദ്ദേശം കൊടുക്കുമെന്ന് പറയുന്നു. സുരേഷ് ഗോപി അവർക്ക് വേണ്ടി വോട്ട് ചോദിച്ചു പോകുമെന്ന് പറയുന്നു. അപ്പോഴേ രാഹുൽ, എൻ്റെ ഒരു സംശയം, സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് വിട്ടതേ ഒരു മണ്ടത്തരമായിട്ട് BJPക്കാർ ഇത്രയും വലിയൊരു തെറ്റ് ഞങ്ങൾക്ക് ചെയ്യും, BJP എന്നല്ല തൃശ്ശൂരത്തെ പൊതുസമൂഹം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഒരു സുരേഷ് ഗോപി കൂടെ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? കാര്യം നമ്മുടെ സാമാന്യ യുക്തിക്ക് ചേരാത്ത രീതിയിൽ, സാമാന്യ ബുദ്ധിക്ക് ചേരാത്ത രീതിയിൽ ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി സംസാരിക്കുകയാണ്. ഞാനൊരു ഗുരുവായൂരപ്പൻ ഭക്തൻ തന്നെയാണ്, രാഹുലും ഗുരുവായൂരപ്പൻ ഭക്തൻ, നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ്. എന്നാൽ ആ ഭക്തി കാണിക്കാനായിട്ട് എനിക്ക് ഗുരുവായൂരപ്പനെ സേവിക്കണം, ഗുരുവായൂരപ്പൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ ഇരിക്കുന്ന പദവിക്ക് ഞാൻ വിഷയം മാറിപ്പോകുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്, സ്വാഭാവിക ശൈലിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നേരത്തെ സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ബ്രാഹ്മണനായിട്ട് അടുത്ത ജന്മത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്ന സുരേഷ് ഗോപിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിലൊന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊന്നും അത്ഭുതം തോന്നാറില്ല. അപ്പൊ ഇത്രയ്ക്ക് തലയ്ക്ക് വെളിവില്ലാത്തവരെയൊക്കെയാണ് തൃശ്ശൂർ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ BJP കൊണ്ടുനടക്കാൻ ഉദ്ദേശിക്കുന്നത്. തലയ്ക്ക് വെളിവില്ല, അത് തന്നെയാണ് സത്യം. അല്ല, സുരേഷ് ഗോപി ഇടക്കാലത്ത് വെച്ച് നമുക്ക് കാണാനില്ലായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിംസ് വരും മറ്റേ മോനെ എന്ന് പറഞ്ഞ് അദ്ദേഹം വലിയ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തിയതിനു ശേഷം പിന്നീട് ആമയെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം എയറിലേക്ക് നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ്, അതെ, ആമയുടെ പ്രചലനം അല്ലെ, അതെ, ആമയോടൊപ്പം അദ്ദേഹവും എയറിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയായി. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തൃശ്ശൂർ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുമ്പോൾ 3-ാമത്തെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് 3-ാമത്തെ റിപ്പോർട്ട് വരുന്ന സാഹചര്യത്തിൽ പോലീസിനെയും കളക്ടറെയും
കുരുക്കിലാക്കുന്ന രീതിയിലുള്ള വിഷയങ്ങൾ ഭരണം കണ്ടു. തീരാറാവുമ്പോൾ അതെ, പോലീസുകാർ കൃത്യമായിട്ട് അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യത്തെ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് MR അജിത് കുമാറിനെ കൃത്യമായിട്ട് പൂട്ടുന്ന രീതിയിലായിരുന്നു റിപ്പോർട്ട് പോയത്. രണ്ടാമത്തെ റിപ്പോർട്ടിൽ എന്താണ്, ആരും ഒരു കുഴപ്പവുമില്ല, തൃശ്ശൂർ അങ്ങനെ ഒരു വിഷയമേ നടന്നിട്ടില്ല എന്നാണ് റിപ്പോർട്ട് കൊടുത്തത്. പക്ഷെ മൂന്നാമത്തെ റിപ്പോർട്ട് കൊടുക്കുന്ന സാഹചര്യത്തിൽ അത് നമുക്ക് മനസ്സിലാവുന്നത് കൃത്യമായിട്ട് കളക്ടർക്കും അവിടുത്തെ പോലീസുകാർക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. തൃശ്ശൂർ പൂരം കലക്കിയത് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇനി എന്താണെങ്കിലും പത്മജ വേണുഗോപാലിനെ അത്തരത്തിൽ തൃശ്ശൂരിൽ വിജയിപ്പിക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്ട്രാറ്റജി പയറ്റിയെങ്കിൽ മാത്രമേ കഴിയൂ. ഇപ്പൊ നമുക്കറിയാം ഏത് സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിക്ക് ഒരു മൈലേജ് കിട്ടുന്ന ഒരു സാഹചര്യം. തൃശ്ശൂരുകാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ വികാരമുള്ള ഒന്നാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അപ്പം തൃശ്ശൂർ പൂരം പിണറായി സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഇത്രത്തോളം അലങ്കോലമാക്കുന്ന സാഹചര്യത്തിൽ അവിടെ വന്നിട്ടുള്ള കാണികളെ അടിച്ചോടിക്കുന്ന ഒരു സാഹചര്യം. അതൊരു ഹരമാണ്. അത് കാണാൻ വന്ന ആളുകളെ തല്ലി ഓടിക്കുന്ന സാഹചര്യം ഇന്ന് വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അതിന്റെ ഒരു പകിട്ടാണ്. അല്ല, ആ സമയത്താണ് മാസ് എൻട്രിയിൽ സുരേഷ് ഗോപി ആംബുലൻസിൽ കയറി വന്നിരുന്നിട്ട് ഈ പ്രശ്നം ഞാൻ ഇപ്പോൾ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇടപെടുന്നത് സിനിമാറ്റിക് സ്റ്റൈൽ. അതെ, അപ്പോ അത് കണ്ട ആളുകൾ എന്താണ് വിചാരിച്ചത്, കോൺഗ്രസ്സുകാർക്കോ ഇടപെടാൻ കഴിയുന്നില്ല, കമ്മ്യൂണിസ്റ്റുകാർക്കോ ഇടപെടാൻ കഴിയുന്നില്ല. പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ പോലും പോലീസിനെ നിയന്ത്രിക്കാൻ പിണറായി വിജയന് കഴിയുന്നില്ലെങ്കിൽ സുരേഷ് ഗോപി വന്നാൽ കഴിയുമെന്നൊരു തോന്നൽ അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതാണ് റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായിട്ട് കളക്ടറും ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരും പോലീസുകാരും കൃത്യമായിട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ഇടപെടൽ നടത്തി അങ്ങനെ ഒരു സ്റ്റേജ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് എന്നത് ആ റിപ്പോർട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതെല്ലാം തൃശ്ശൂരിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അല്ല, അത്തരത്തിലൊരു ഡ്രാമ ഉണ്ടാക്കിയിട്ടാണ് ആ ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു കളം ഒരുക്കി കൊടുത്തത് ഇവിടുത്തെ പോലീസ് വകുപ്പ്, ഈ പറയുന്ന MR അജിത് കുമാർ അതിനു മുമ്പ് RSS മേധാവി. അല്ല, തിരുവമ്പാടി ദേവസ്വത്തിലെ ചില ആളുകൾക്ക് ഇതിൽ കൃത്യമായിട്ട് പങ്കുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അല്ല, ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിൽ അവസാനം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും തെറ്റ്, പോലീസുകാർക്കും തെറ്റ്, കളക്ടർക്കും തെറ്റ് വന്നിട്ട് രാഷ്ട്രീയം മൊത്തത്തിലും ഒഴിഞ്ഞു പോവുക. ഇപ്പൊ സുനിൽകുമാർ ഈ ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന LDF യോഗത്തിലെ MR അജിത് കുമാർ കുളം കലക്കി എന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ എന്തേ അവസാനമായപ്പോ സുനിൽകുമാർ കളക്ടർ പറയുന്നത്? അല്ല, അത് ആരെ വെള്ളപൂശാന? അവിടെയും രാഷ്ട്രീയമില്ലേ? അവിടെ CPM-നെ വെള്ളപൂശാനാണ്. അദ്ദേഹത്തിന് ഒരു സീറ്റ് കിട്ടിയാൽ CPM-ഓട് കുത്തിയാലേ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റൂ. അപ്പൊ ഏതായാലും ഇപ്പൊ കുറ്റം അവിടെയാണ് പൂക്കുട്ടം പള്ളിക്കുന്ന് എന്ന് പറയുന്ന സഖാവ് പറയുന്ന അന്തർധാര സജീവമായിട്ട്. പൂക്കുട്ടം പള്ളിക്കുന്ന് പറയുന്നതിലൊന്നും ഒരു തെറ്റും ഉണ്ടാവില്ല. കാര്യം അദ്ദേഹം അടുത്തുനിന്ന് ഈ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആ ചൂടറിയുള്ളൂ, മേത്ത ചൂടറിയുള്ളൂ എന്ന് പറയുന്ന പോലെ CPM-നെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം. കാര്യം ഇവരെ സംബന്ധിച്ച് ഒരിക്കൽ കൂടെ ഭരണത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് കയ്യാമം വളരെ ഉറപ്പാണ്. കാര്യം മോദിക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല. അധികാരമില്ലാത്തവരെ എങ്ങനെ മോദി സംരക്ഷിക്കും? അല്ല, എന്താണെങ്കിലും വീണ്ടും തോൽക്കാനായിട്ട് പത്മജ വീണ്ടും ഇറങ്ങുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും തൃശ്ശൂരിലെ ജനങ്ങൾ തീരുമാനിക്കും. അല്ല, രാഹുൽ പറഞ്ഞതുപോലെ ഒരു ഡ്രാമ, ഇനി നമ്മൾ ആരും ഇമാജിനിൽ കാണാത്ത മറ്റൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ ചിലപ്പോൾ വല്ല തുലവും തുച്ഛ വോട്ട് പിടിക്കുമെന്നല്ലാതെ ജയിക്കുമെന്നൊന്നും വിശ്വസിക്കാൻ കേരളത്തിലുള്ളവർ അത്ര മണ്ടന്മാരൊന്നുമല്ല. അതും പത്മജ.